ഹലോ, വെൽക്കം ബാക്ക് ടു മറിയൂസ് ഡ്രീം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴയകാല മലബാർ റെസിപ്പിയാണ് കേട്ടോ. അപ്പം പണ്ടെല്ലാം എല്ലാ വീട്ടിലും സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചറിലുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാം എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് 1 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ഇത് 1-2 വിസിലടിച്ചിട്ട് വേവിച്ചാൽ മതി. ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ഒന്ന് നല്ല ലൂസായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അത്യാവശ്യം നല്ല ലൂസിൽ തന്നെ വേണം കേട്ടോ. വെള്ളം കുറച്ചധികം തന്നെ ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി എടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നല്ല ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത്ര വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഏകദേശം 2.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ലൂസാക്കി എടുക്കുക. ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ടെക്സ്ചറിൽ ലൂസാക്കി എടുക്കുക കേട്ടോ. ഇനി ഇത് ഒരു അടികട്ടിയുള്ള പാനിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓണാക്കുന്നതിന് മുന്നേ ഇത് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഫ്ലെയിം ഓണാക്കുക കേട്ടോ. എന്നിട്ടിങ്ങനെ കൈ വിടാണ്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, നല്ല കുറച്ചിട്ട് വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 നുള്ളി ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പശുവും പാൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ടൈം ആകുമ്പം തന്നെ ഇങ്ങനെ ഒന്ന് കുറുകി വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഫ്ലെയിം എപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് കട്ടിയായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് ഉണ്ടാകുമ്പോൾ കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഈ കടലപ്പരിപ്പ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കില്ല. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും കേട്ടോ. നന്നായിട്ട് തിള വരും ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഒരു സ്പൂൺ കൊണ്ട് ഇതിങ്ങനെ കോരി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുറിഞ്ഞ് വീഴുന്ന ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫാക്കുക. ഇനി ഈ മുസാറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഴിയുള്ള പ്ലേറ്റോ അല്ലെങ്കിൽ പുഡിംഗ് ട്രേയോ എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുക. ഇനി ചൂടോട് കൂടി തന്നെ മുസാറ ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പരിപ്പ് മേലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഒരുപാട് സമയം എടുക്കില്ല. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പം പഞ്ചസാരയും മൈദയെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യുക.
ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.